ആപ്ലിക്കേഷൻ ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് കവർ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ എങ്ങനെയാണ് API നമ്മളെ ഫ്രണ്ട് എൻഡ് ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു, ഇത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളതാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് ബാക്ക് എൻഡിലൂടെ നമുക്കൊന്ന് ഗോ ത്രൂ ചെയ്ത് നോക്കാം. സപ്പോസ് ഇതാണ് നമ്മുടെ ഓരോ ആപ്പുകൾ ജാങ്കോയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓരോ ആപ്പാണ് ഈ കിടക്കുന്നത്. കാറ്റഗറി, കോർ ആപ്പ്, ഇൻവോയ്സ് ആപ്പ്, പ്രൊജക്ട് ആപ്പ്, അങ്ങനെ കുറച്ച് ആപ്പുകൾ നമുക്കുണ്ട്. ഇതിലിപ്പോൾ നമ്മുടെ ഫ്രണ്ട് എൻഡുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നത് നമ്മുടെ ലോഗിൻ മൊഡ്യൂൾ കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ കാറ്റഗറിയും എന്നുള്ള ഒരു മൊഡ്യൂളും കണക്റ്റഡ് ആണ്. നമുക്ക് ആദ്യം ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലിപ്പോ ഇത് നമ്മുടെ വെബ് ആപ്ലിക്കേഷന്റെ ലോഗിൻ പേജ് ആണ്. അതിന് നമുക്ക് ബാക്ക് എൻഡിൽ നമ്മുടെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാം. ഇതിൽ അഡ്മിനും യൂസർ നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൽ യൂസേഴ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 യൂസറാണ്, അഡ്മിൻ സിൻഷ എന്ന് പറഞ്ഞില്ല, 2 യൂസറാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ admin@admin.com ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് അഡ്മിൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ജാങ്കോ ബിൽഡിനായിട്ട് യൂസർ നെയിം പാസ്വേഡ് ആണ് ഡാഷ്ബോർഡിലേക്ക് ആക്സസിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്, നമ്മളിവിടെ ചെയ്തിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ ഇമെയിൽ വെച്ച് വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ വെരിഫൈ ചെയ്യാൻ പറ്റും, നമ്മുടെ യൂസർ ആപ്പിലാണ് നമ്മൾ ലോഗിൻ മായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതിൽ ഈ ഒരു പാത്തിലേക്കാണ് കണക്ഷൻ വരുന്നത്. ആ പാത്തിലേക്ക് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പോസ്റ്റ് റിക്വസ്റ്റ്, ഗെറ്റ് റിക്വസ്റ്റിൽ മേ ബി ഒന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല. ഓക്കെ, ജസ്റ്റ് സാമ്പിളിന് കൊടുത്തതാണ്. ഓക്കെ, പോസ്റ്റ് റിക്വസ്റ്റ് ആണ്. പോസ്റ്റ് റിക്വസ്റ്റിലേക്ക് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ റിക്വസ്റ്റ് ഡാറ്റയിൽ നിന്ന് എന്തെടുക്കുന്നുണ്ട്, കീവേഡ് എടുക്കുന്നുണ്ട്. കീവേഡ് ബേസിക് കോഡ്, അതായത് കീവേഡ് നമ്മൾ പാസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബേസിക് കോഡ് എന്നുള്ള ഒരു കീവേഡ് ഈ കീവേഡിലേക്ക് അസൈൻ ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ പല ടൈപ്പ് ഓഫ് ഈ ലോഗിൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ ഇഫ് കണ്ടീഷൻ എടുത്തത്, ഇഫ് എൽസ് ലാഡർ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ കൊടുത്തിട്ടുള്ളത് ബ്ലാങ്ക് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ബേസിക് കോഡ് എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുക. ബേസിക് കോഡിൽ നമ്മൾ ലോഗിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീസ് അല്ലെങ്കിൽ ഫീൽഡുകൾ എന്ന് പറയുന്നത് ഇമെയിലും പാസ്വേഡാണ്. അപ്പോൾ ഇമെയിലും പാസ്വേഡും പാസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ എന്തടിക്കും, എറർ അടിക്കും. ഐ മീൻ റിക്വയർഡ് ഫീൽഡ് മിസ്സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കൈൻഡ് ഓഫ് എറർ ആയിരിക്കും ഇവിടെ കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, ഈ എറർ മെസ്സേജസ് ഒക്കെ നമുക്ക് ഈ വാലിഡേറ്റ് റിക്വസ്റ്റിന്റെ അകത്തുനിന്ന് നമുക്ക് എറർ മെസ്സേജ് എന്നുള്ളത് ഇൻവാലിഡ് ഇമെയിൽ ഓർ പാസ്വേഡ്, അങ്ങനെ ഒരു മെസ്സേജാണ് നമുക്കിവിടെ റെസ്പോൺസിൽ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, വൺസ് ഇതൊക്കെ പാസ് ചെയ്തിട്ടുണ്ട്, പ്രോപ്പർ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇമെയിലിൽ നമ്മൾ ഫെച്ച് ചെയ്യുന്നുണ്ട് റിക്വസ്റ്റ് ഡാറ്റ ഡോട്ട് ഗെറ്റ് ഇമെയിൽ. റിക്വസ്റ്റ് ഡാറ്റയിൽ നിന്ന് ഇമെയിൽ ഗെറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. അതുപോലെ തന്നെ നമ്മുടെ യൂസർ, പിന്നെ നമ്മൾ എന്താ നെക്സ്റ്റ് ചെക്ക് ചെയ്യുന്നത്, നമ്മുടെ മോഡൽ സെൽഫ് ഡോട്ട് മോഡൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഓൾറെഡി മോഡൽ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ മോഡലിൽ നിന്ന്, അതായത് യൂസർ ഡീറ്റെയിൽസ് ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഗെറ്റ് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മളിവിടെ സെൽഫ് ഡോട്ട് മോഡൽ എന്ന് കൊടുത്തു, അത്രേ ഉള്ളൂ. ഓക്കെ, സെൽഫ് ഡോട്ട് മോഡൽ എന്ന് കിട്ടാൻ കാരണം നമ്മുടെ മോഡൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് റീയൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആ മോഡൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കോഡ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വൺസ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എപ്പോഴും അതുപോലെ വർക്കാവും എന്നുള്ളൊരു അസംഷനിൽ മൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സെൽഫ് ഡോട്ട് മോഡൽ, അതായത് യൂസർ ഡീറ്റെയിൽസ് ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഗെറ്റ് എന്നുള്ളൊരു ക്വറിയാണ് ഇവിടെ എക്സിക്യൂട്ട് ആവുക. അതിൽ ഇമെയിൽ നമ്മുടെ ഇമെയിലുമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇമെയിൽ ഡോട്ട് ലോവർ എന്ന് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ചിലപ്പോൾ യൂസേഴ്സ് ഇമെയിൽ എൻ്റർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ മിക്സഡ് ഒക്കെ ആയിട്ടായിരിക്കും അയക്കുന്നുണ്ടാവുക. പക്ഷെ നമ്മുടെ സിസ്റ്റം പ്രകാരം ഇമെയിൽ എപ്പോഴും ലോവർ കേസിൽ സ്റ്റോർ ചെയ്യാന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഓൾമോസ്റ്റ് ഡിസൈൻ ചെയ്യുക. അപ്പോൾ ആ യൂസർ എന്തെന്നെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതാണ് ചെക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിനാണ് ഇതിങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു യൂസർ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അങ്ങനെ ഒരു യൂസർ ഐഡന്റിഫൈ ചെയ്തു. പിന്നെ പാസ്വേഡ് നമ്മൾ എന്ത് ചെയ്തു, പാസ്വേഡ് ഫീൽഡിൽ നിന്ന് അതും ഫെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, യൂസർ ഡോട്ട് ചെക്ക് പാസ്വേഡ്, ഈ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള യൂസറിന്റെ പാസ്വേഡ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാണ്. ഈ യൂസർ എൻ്റർ ചെയ്ത പാസ്വേഡ് ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ചെക്ക് പാസ്വേഡ്. ഇത് ഓൾറെഡി ജാങ്കോയിൽ ബിൽഡിനായിട്ട് വരുന്ന ഒരു മെത്തേഡാണ്. അത് നമ്മളിവിടെ ഇമ്പോർട്ട്
ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇമ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇത് അവിടെ വരുന്നത്. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. മേ ബി നമുക്കത് യൂസർ, അതായത് മോഡലിന്റെ ഇതായിട്ട് വരാനും സാധ്യത ഉണ്ട് കേട്ടോ. നമ്മൾ ആക്ച്വലി യൂസർ മോഡലിനെ എന്ത് ചെയ്തിട്ടാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അബ്സ്ട്രാക്ട് യൂസറിനെ ഇൻഹെറിറ്റ് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൽ ഉള്ള ഒരു ഫീൽഡ് ആയിരിക്കും മേ ബി. ഓക്കെ, നമുക്കത് ഇമ്പോർട്ട് ചെയ്തതായിട്ട് കാണുന്നില്ല. ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അബ്സ്ട്രാക്ട് ബേസ് യൂസർ എന്നുള്ള ഒരു മോഡൽ ഉണ്ട്. ആ മോഡലിന്റെ ഒരു ബിൽഡിൻ മെത്തേഡാണ് ചെക്ക് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിലേക്ക് നമ്മൾ പാസ്വേഡ് ഇതൊക്കെ ഓൾറെഡി ജാങ്കോന്റെ ഒരു ഫ്രെയിംവർക്കിനകത്ത് ഉള്ളതാണ്. ഓക്കെ, നമുക്ക് ഇത് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ അതിലുള്ള ഓരോ മെത്തേഡുകളാണ്. നമ്മളിങ്ങനെ റെഫർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട സിറ്റുവേഷൻസ് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരും. അപ്പോൾ നമുക്ക് അങ്ങനെ അത് വെച്ച് പ്രൊസീഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ബിൽഡിംഗ് മെത്തേഡ് ഓൾറെഡി ഉള്ളത് കാരണം നമ്മൾ എന്ത് ചെയ്ത് യൂസർ ഡോട്ട് ചെക്ക് പാസ്വേഡ്, ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട പാസ്വേഡ്. ഈ യൂസറിന്റെ ഓൾറെഡി ഉള്ള പാസ്വേഡ് ആണോ ഇവിടെ നമുക്ക് ഇൻപുട്ടിൽ കിട്ടിയിട്ടുള്ള പാസ്വേഡ് നോക്കും. അത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ആവും. ട്രൂ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എക്സെപ്ഷൻ എറേസ് ചെയ്യുന്നതാണ് കൊടുത്തുള്ളത്. അതായത് ഇഫ് നോട്ട് എന്നുള്ളൊരു കണ്ടീഷനാണ്. ഓക്കെ, അപ്പോ അങ്ങനെ ഇൻ കേസ് ഇത് റോങ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, ഇത് ഇവിടെ എക്സെപ്ഷൻ അടിച്ച് ഇത് ബ്രേക്ക് ആവും. അത് ട്രൂ ആയതുകൊണ്ട് നമുക്ക് ഇത് വർക്കായി. ഇത് വർക്കായതിനു ശേഷം പിന്നെ നെക്സ്റ്റ് പോവുക എങ്ങോട്ടാണ്, ഈ ഒരു ഇഫ് ബ്ലോക്കിലേക്ക്. ഇത് നമ്മളെ കൺട്രോൾ ചാടി. അപ്പൊ ഇനി ബാക്കി എൽസ് ഇഫും എൽസ് ഒന്നും കൺസിഡർ ഉണ്ടാവും. വൺസ് ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കൺട്രോൾ ഇങ്ങോട്ടാണ് വരിക. അപ്പൊ ഇവിടെ എത്തിയിട്ട് എന്താ ചെയ്യുന്ന, ടോക്കൺ ഒബ്ജക്റ്റ് ഡോട്ട് ഗെറ്റ് ഓർ ക്രിയേറ്റ് യൂസർ, അതായത് നമ്മുടെ കറസ്പോണ്ടിങ് യൂസറിന്റെ ടോക്കൺ റിട്രീവ് ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് യൂസറിന്റെ ഡീറ്റെയിൽസ്, അതായത് ഈ യൂസറിന്റെ ഒബ്ജക്റ്റ് ഇവിടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂസർക്ക് ടോക്കൺ ഇല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ട് എടുക്കും, ഉണ്ടെങ്കിൽ ഓൾറെഡി ഉള്ളത് എടുക്കും. അതാണ് ഗെറ്റ് ഓർ ക്രിയേറ്റ്. ഇങ്ങനെ കുറെ ജാങ്കോന്റെ ORM-ൽ കുറെ ബിൽഡിംഗ് മെത്തേഡ്സ് ഉണ്ട്. ഗെറ്റ് ഓർ ക്രിയേറ്റ്, ഗെറ്റ് ഓർ അപ്ഡേറ്റ്, അങ്ങനെ കുറെ സംഭവങ്ങൾ, ക്രിയേറ്റ് ഓർ അപ്ഡേറ്റ്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോക്കൺ നമുക്ക് റിട്ടേൺ കിട്ടും. നമുക്ക് ആ റിട്ടേൺ കിട്ടുന്ന ടോക്കൺ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ ഈ ഡീറ്റെയിൽസിൽ അപ്പെൻഡ് ചെയ്യാം. ഇപ്പൊ ഇവിടെ അതൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്, ഓക്കെ, ഇത് യൂസർ ഉള്ളതാണെന്നുണ്ടെങ്കിൽ യൂസർ ആപ്പ് സീരിയലൈസറിന് യൂസർ ആപ്പ് സീരിയലൈസർ വെച്ചിട്ട് ഡാറ്റ സീരിയലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇവിടെ ടോക്കൺ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇതാ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആ ടോക്കൺ എടുത്തിട്ട് നമ്മൾ ആ യൂസർ ഡീറ്റെയിൽസിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നത്. നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആവശ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഈ ഒരു മെത്തേഡിന് ഇവിടെ ആവശ്യമില്ല. ഓക്കെ, അത് നമുക്ക് ഓൾറെഡി ഇതിനകത്ത് ചെയ്തുകൊണ്ട് നമുക്ക് അത് യൂസ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ലോഗിൻ വർക്ക് ആവുന്നത്. ഓക്കെ, ഈ ലോഗിൻ വർക്ക് ആവുന്ന ബാക്ക് എൻഡ് സൈഡ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് ജസ്റ്റ് പോസ്റ്റ്മാൻ ത്രൂ നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്തിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇത് എങ്ങനെ ഫ്രണ്ട് എൻഡുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് എൻഡ്, അതിനു മുമ്പ് ബാക്ക് എൻഡ് ഒന്നും കൂടെ പറയാം. ബാക്ക് എൻഡിൽ നമ്മൾ ആപ്പുകൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ ബേസിക് ഫ്ലോ ആണ്. ജസ്റ്റ് ഒരു റിക്വസ്റ്റ് വരുന്നു, അത് പ്രോസസ് ചെയ്തിട്ട് റെസ്പോൺസ് തരുന്നു. ഇതിൽ URLs ഇൻക്ലൂഡഡ് ആണ്, view.py ഇൻക്ലൂഡഡ് ആണ്, സീരിയലൈസേഴ്സ്, മോഡൽസ്, ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഈ മോഡൽസ് അല്ലെങ്കിൽ വ്യൂ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് കേർഡ് ഓപ്പറേഷൻസിന് നമ്മൾ ഓൾറെഡി ഒരു ബേസ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബേസ് കേർഡ് API വ്യൂ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗെറ്റ് ചെയ്യുക, റീഡ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അതായത് ഈ കേർഡ് ഓപ്പറേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പൊ കറന്റ്ലി ഇതുള്ളത് കോർ ആപ്പ് എന്നുള്ളതിനകത്ത് API വ്യൂസ് എന്നുള്ളതിൽ ബേസ് കേർഡ് വ്യൂ എന്നുള്ളൊരു മോഡലിനകത്താണ് ഇത് കിടക്കുന്നത്. അത് ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഫീച്ചേഴ്സ് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടും. നമ്മൾ പിന്നീട് അതിന്മേ എക്സ്ട്രാ വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തത്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്ര കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാറ്റഗറിന്റെ കേർഡ് ഓപ്പറേഷൻസ് അവിടെ നടക്കും. ഓക്കെ, അപ്പോ ഇത് അതിൽ സെർച്ച് ചെയ്യാനുള്ള ഫീൽഡുകളാണ്. നമ്മൾ ഇത്രയും ഫീൽഡ് നമുക്ക് അതിൽ സെർച്ചബിൾ ആണ്.
അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഇതൊക്കെ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ പാസ് ചെയ്യണം. കാറ്റഗറി സീരിയലൈസർ, കാറ്റഗറി ഡ്രോപ്പ് ഡൗൺ സീരിയലൈസർ. കാറ്റഗറി സീരിയലൈസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മോഡലിലുള്ള എല്ലാ ഡീറ്റെയിൽസും റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു സീരിയലൈസർ കൊടുത്തിട്ടുള്ളത്. ഡ്രോപ്പ് ഡൗൺ സീരിയലൈസർ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഡ്രോപ്പ് ഡൗണിലേക്ക് ചിലപ്പോൾ വാല്യൂ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാറ്റഗറി ഐറ്റംസ് ഫെച്ച് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും വേണ്ട. സപ്പോസ് കാറ്റഗറി എന്ന് പറഞ്ഞൊരു വലിയൊരു മോഡലാണ്, കുറേ ഫീൽഡൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഫീൽഡ് കൺസ്യൂം ചെയ്ത് റിട്ടേൺ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് വളരെ മിനിമൽ ആയിട്ട് ഈ 2 ഫീൽഡ് മതി. അപ്പം നമുക്ക് അഡീഷണൽ ആയിട്ട് വേറെ എന്തെങ്കിലും ഫീൽഡ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ കോമട്ട് ഇട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സീരിയലൈസർ യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു മെൻഷൻ ചെയ്തിട്ടുള്ള ഫീൽഡ് മാത്രമേ റിട്ടേൺ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് മോഡൽ. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് കേർഡ് ഓപ്പറേഷൻസ് നമുക്ക് ഇവിടെ ബാക്ക് എൻഡിൽ അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. മേ ബി ഇതൊരു ബിഗിനർ എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ടൈം ഇതൊക്കെ ഫുള്ള് ചെയ്തെടുക്കാൻ തന്നെ ചിലപ്പോൾ 1-2 ദിവസം മേ ബി എടുക്കുമായിരിക്കും. പക്ഷേ ഈ AI ടൂൾസും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ അത്ര വരില്ല. പക്ഷെ ഞാനിപ്പോൾ പറയുന്നത് 2021 ബാക്ക്, അതായത് നമ്മളെ AI ടൂൾസ് ഒക്കെ ഒന്ന് ഇൻവോൾവ് ആയി വരുന്നതിന് മുമ്പത്തുള്ള ടൈമിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ ഇതൊക്കെ വൺസ് അങ്ങനെ ചെയ്ത് മനസ്സിലാക്കി പഠിച്ച ഒരാൾക്ക് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിരിക്കും, നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ഈവൻ അതിൻ്റെ അടുത്ത് പറഞ്ഞാൽ പോലും മേ ബി നമ്മളിങ്ങനെ സ്ട്രക്ചർ ചെയ്താൽ പോലും മേ ബി ചിലപ്പോൾ AI നമ്മളെ കോഡ് ഒന്നും ചിലപ്പോൾ ഫുള്ള് റീഡ് ചെയ്തിട്ടുണ്ടാവില്ല. അവർ കംപ്ലീറ്റ്ലി കേർഡ് വ്യൂ മൊത്തം ഇരുന്ന് എഴുതി തരും. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കംപ്ലീറ്റ്ലി മനസ്സിലായി കഴിഞ്ഞാൽ നല്ല ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തു പോകാൻ പറ്റും. പിന്നീട് AIക്ക് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ AIക്കും വളരെ ക്രെഡിറ്റ് കുറഞ്ഞ രീതിയിൽ നമുക്കത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് ഒരു കേർഡ് വ്യൂ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു അപ്രോച്ച് യൂസ് ചെയ്യുക. ഇത് ഞാൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ്ലി ഞാനിത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോജക്റ്റിലല്ല, ഞാൻ വേറെ പ്രോജക്റ്റിലാണ്. വൺസ് ഇത് ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവേർഡ് ആയി കഴിഞ്ഞാൽ ഞാനിത് പാക്കേജ് ലെവലിലോട്ട് മൂവ് ചെയ്യും. പാക്കേജ് ലെവലിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് അത് പാക്കേജിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താൽ മതി. ലൈക്ക് നമ്മുടെ ലോഗിൻ വ്യൂവിൽ മേ ബി ജാങ്കോ സോളിറ്റൈസ് എന്ന് പറഞ്ഞൊരു പാക്കേജ് നമ്മളെ പ്രൊജക്റ്റിൽ ഇൻസ്റ്റാൾഡ് ആണ്. ഓക്കെ, അതിൽ നിന്നാണ് ഈ റെസ്പോൺസ് ഫംഗ്ഷൻ ഇതൊക്കെ ഞാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആ പാക്കേജിലൊക്കെ അപ്ഡേറ്റ് ചെയ്തതാണ്. നമുക്ക് പിന്നീട് ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഈ ഒരു റെസ്പോൺസ് ഫംഗ്ഷൻ എന്നുള്ള മെത്തേഡ് വീണ്ടും ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇതൊക്കെ സിമ്പിൾ ആണ്, ഇത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനെ കീപ്പ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് എൻഡിന് ടൈറ്റ്ലി കപ്പിൾഡ് ആയിട്ട് നമ്മൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ആ ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്പീഡായിട്ട് ഡെവലപ്മെന്റ് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് വളരെ ഈസി ആക്കും. അതുപോലെ തന്നെ നമുക്ക് എറേഴ്സ് കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഒന്നും കൂടെ സ്പീഡായിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ അഡ്വാൻറ്റേജ് കണ്ടിട്ടാണ് ഞാൻ ഇത് ഇങ്ങനെയൊക്കെ ആക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻലി സ്ട്രക്ചർ ചെയ്യാന്നുള്ളതാണ് നമ്മളിവിടെ നോക്കേണ്ടത്. പിന്നെ നമുക്ക് നെക്സ്റ്റ്, ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കേർഡ് വ്യൂ, ലോഗിൻ വ്യൂ, ഈ 2 വ്യൂ നമ്മൾ ജസ്റ്റ് ഗോ ത്രൂ ചെയ്തു. ഓൾറെഡി ഇത് URLs നമ്മുടെ ഇതൊക്കെ കണക്ട് ചെയ്യുന്ന കേസസ് ഒക്കെ ഓൾറെഡി അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല. ജസ്റ്റ് വേണമെങ്കിൽ ഒരു ഓവർവ്യൂ തരാം. ബേസിക്കലി നമ്മളെ ജാങ്കോയിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാത്ത് ആദ്യം ഇവിടെയാണ് വരിക. നമ്മുടെ പാത്ത് ഇവിടെ വന്നിട്ട് ഇവിടെ ചെക്ക് ചെയ്യും. ഓക്കെ, അഡ്മിൻ എന്ത് ചെയ്യണം, നമുക്ക് അഡ്മിൻ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാനാണ് ഈ ഒരു പാത്ത് ഉള്ളത്. പിന്നെ API ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. നമ്മൾ ഈ ഒരു പ്രോജക്റ്റിൽ ആക്ച്വലി നമ്മുടെ കറക്റ്റ് API പാത്തിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. നമ്മൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് റാൻഡം യൂസേഴ്സിലേക്ക് ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതാണ് നമ്മുടെ ബേസ് URL /users എന്ന് കൊടുത്തു കഴിഞ്ഞാൽ യൂസേഴ്സിന്റെ ഇതിലേക്ക് പോകും. അതുപോലെ കാറ്റഗറീസ് കൊടുത്തു കഴിഞ്ഞാൽ കാറ്റഗറീസിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് users/login എന്നാണ് കൊടുക്കുക. അപ്പോൾ എന്ത് പറ്റും, users/ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ യൂസേഴ്സിലേക്കാണ് ആദ്യം പോവുക. നമ്മുടെ യൂസർ ആപ്പ് എന്നുള്ളത് ഇവിടെ യൂസർ ആപ്പിന്റെ അകത്തുള്ള URL സ്ലോട്ടിലേക്ക് പോയി അവിടെ നമ്മൾ ലോഗിൻ സ്പെസിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ യൂസർ APIയിലേക്കാണ് പോവുക. ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗെറ്റ് പോസ്റ്റ് മെത്തേഡുകൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും മേ ബി.
ചിലപ്പോൾ കറന്റ് പോസ്റ്റ് മെത്തേഡ് ആണ്. പോസ്റ്റ് എന്തിനാ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു രീതി പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇത് മുന്നേ ചെയ്തു വെച്ച ഒരു സ്ക്രിപ്റ്റ് ആണ്. അതുകൊണ്ട് പിന്നീട് നമ്മൾ ആ കേഡ് വ്യൂയിലേക്ക് കണക്ട് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ഫ്യൂച്ചറിൽ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആ ഒരു കേഡ് വ്യൂ തന്നെ യൂസ് ചെയ്താൽ മതി. ഇവിടെയൊക്കെ നമുക്ക് കോഡ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് പിന്നീട് ഒരു വെർഷന് ഇംപ്ലിമെന്റ് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ അടുത്ത പ്രോജക്റ്റ് ബാക്ക് യു ആർ എല്ലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാറ്റഗറീസ് എന്ന് പറയുമ്പോൾ കാറ്റഗറി ആപ്പ് URLs-ലേക്കാണ് കണക്ഷൻ പോകുന്നത്. നമ്മൾ ജസ്റ്റ് അതെടുത്ത് നോക്കുക. അതിലെന്തുണ്ടാവും, അതിൽ empty ആയിട്ട് വന്നു കഴിഞ്ഞാൽ കാറ്റഗറി വ്യൂ എന്നുള്ള ഇതിലേക്ക് കേഡ് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള URL എൻഡ് പോയിന്റിലേക്ക് കണക്ട് ആവും. ഈ ഒരു എൻഡ് പോയിന്റ് തന്നെയാണ് എന്തൊക്കെ ചെയ്യുന്നത്, നമുക്ക് ക്രിയേറ്റ് ചെയ്യുക, റീഡ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു എൻഡ് പോയിന്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ കേഡ് വ്യൂവിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും നമ്മൾ യൂഷ്വലി നമ്മുടെ ഒരു URL/ID കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്യുക, ID ഇല്ല എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയാണ് യൂഷ്വലി വരാറ്. ഓക്കെ, നമ്മൾ ആ URL ID കൊടുക്കുന്നതിന് പകരം നമ്മുടെ ആ പേലോഡിൽ തന്നെ ID പാസ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ആക്കുന്നതിന്റെ ബെനിഫിറ്റും നമുക്ക് നമ്മുടെ കപ്പിൾഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, ബാക്ക് എൻഡ് അഡ്മിൻ പാനൽ, ബാക്ക് എൻഡ് വെബ് ആപ്പ് എന്നുള്ള ഒരു എൻവയോൺമെന്റിൽ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു മെത്തേഡ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ കപ്പിൾഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അപ്രോച്ചാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ID ജസ്റ്റ് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളിത് യൂസ് ചെയ്യും. ID പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളിത് യൂസ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ബേസ് കേഡ് വ്യൂവിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡോക്യുമെന്റ് ചെയ്തിട്ട് എൻ്റയർ പ്രോജക്റ്റിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, മീൻവൈൽ ഇതന്നെ നമ്മുടെ പ്രോജക്റ്റിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലാത്ത അത് നമ്മൾ സെപ്പറേറ്റ് വ്യൂ നമ്മൾ ഓൾറെഡി ഇപ്പോൾ യൂസേഴ്സിന്റെ വ്യൂസിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് യൂസേഴ്സിന്റെ വ്യൂവിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമായിട്ട് ചെയ്തിട്ടാണ് ഇതൊക്കെ ഫെച്ച് ചെയ്ത് നമ്മളിവിടെയൊക്കെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഫെച്ച് ചെയ്തതിന് ശേഷം കുറച്ച് പാസ്വേഡ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മളെ കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ളതാണ്. ക്രിയേറ്റ് യൂസർ എന്നുള്ളൊരു പോർഷൻ ഇവിടെയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ വേറൊരു പ്രോജക്റ്റിൽ നിന്ന് കോപ്പി ചെയ്തതാണ്, അതാണ് ഇത്രയും ലെങ്തി. അതുപോലെ ഇതിന്റെ ഇടയിൽ കുറെ കമന്റ് ഒക്കെ ആക്കി വെച്ചിട്ടുള്ളതാണ്. നമ്മൾ മെയിൽ സെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻ ഒക്കെ മറ്റേ പ്രോജക്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്ത് റെഡിയാക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളൂ. ഇതിൽ നമുക്ക് അത്രക്കൊന്നും നമുക്ക് ഇതിൽ വർക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തില്ല. 1 by 1 ആയിട്ട് ഗ്രാജുവലി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ അതാണ് കുറെ അൺവാണ്ടഡ് കോഡൊക്കെ ഇതിൽ കിടക്കുന്നത്. അപ്പോ ഇതാണ് നമ്മുടെ ബാക്ക് എൻഡിൽ. പിന്നെ വേറെ നമുക്ക് നോട്ട് ചെയ്യേണ്ടത്, നമ്മളിതിൽ എൻവയോൺമെന്റ് ആക്കി തിരിച്ചിട്ടില്ല. ഓക്കെ, എൻവയോൺമെന്റ് ആക്കി തിരിക്കും. അപ്പോൾ ആർക്കെയും ചേഞ്ചസ് അപ്പോൾ പറയാം. പിന്നെ സെറ്റിംഗ്സ് ഡോട്ട് പൈലാണ് നമ്മൾ ഒരുവിധം കോൺഫിഗറേഷൻസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുക. ഇതൊക്കെ ബേസിക് ആയിട്ട് ജാങ്കോന്റെ ഒരു ഫ്രെയിം വർക്കിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിലേക്കൊന്നും ഡീപ്പായിട്ട് ഞാൻ പോകുന്നില്ല. അതൊക്കെ ജസ്റ്റ് സ്റ്റാർട്ടിങ് ടൈമിൽ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, പിന്നെ വരുന്നത് റിക്വയർമെന്റ് ഡോട്ട് ടെക്സ്റ്റ്. നമ്മൾ ഈ പ്രോജക്റ്റിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്ന, ഇപ്പൊ സപ്പോസ് നമ്മളിപ്പോ ഇതിൽ പിപ്പ് ഫ്രീസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ പിപ്പ് ഫ്രീസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ഇതില് വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഷോ ചെയ്യുന്നുണ്ട്. നമ്മുടെ ജാങ്കോ എന്നുള്ള ഒരു പാക്കേജ് ആയിരിക്കും മേ ബി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുക. അപ്പൊ അതിന്റെ സപ്പോർട്ടിംഗ് ആയിട്ട് വേറെ കുറെ കാര്യങ്ങളൊക്കെ മേ ബി അഡീഷണൽ ആയിട്ട് ഇങ്ങനെ ആഡ് ആവും. ഓക്കെ, ഇതൊന്നും നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി ഇതിൽ കൊടുത്തിട്ട് ആഡ് ചെയ്തല്ല. നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ജാങ്കോ, പോസഡേഴ്സ്, റെഡിസ്, സോളിറ്റൈസ്, റെസ്റ്റ് ഫ്രെയിംവർക്ക്, മെയിൽ കോൺഫിഗറേഷൻ, പില്ലോ, ഇത്രയും കാര്യങ്ങളെ നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മളായിട്ട് ആഡ് ചെയ്തിട്ടുള്ളൂ. അഡീഷണൽ ആയിട്ട് ബാക്കി വന്നിട്ടുള്ളതൊക്കെ എന്താണ്, സപ്പോർട്ടിംഗ് ആയിട്ട് ഡിപ്പെൻഡൻസി ആയിട്ടുള്ള പാക്കേജസ് ആണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഫ്രീസ് ചെയ്ത് ഇതിങ്ങനെ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നത് ഒരു നല്ലൊരു അപ്രോച്ച് അല്ല. എന്താന്ന് വെച്ചാൽ നമ്മളെ റിക്വയർമെന്റ് ഡോട്ട് ടെക്സ്റ്റ് കുറെ വലുതാവും. പിന്നെ ചില പാക്കേജ് ഒക്കെ ഇതിന്റെ വേർഷൻസ് ഒക്കെ മിസ്മാച്ച് ആവാനും സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നോട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആ ഒരു ഓർഡർ, ഇപ്പൊ ജാങ്കോ 5.2.7 വന്നിട്ടുള്ളത് ഫസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഓർഡർ അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക. പിന്നെ അതിനുശേഷം കോസഡേഴ്സ്, അതിനുശേഷം റെഡിസ് ആണ്,
ശേഷം സോൾവിറ്റൈസ്, അതിനുശേഷം റെസ്റ്റ് ഫ്രെയിംവർക്ക്, പിന്നെ മെയിൽ കോൺഫിഗറേഷൻ. നമ്മൾ ഇനി പുതിയൊരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ ആ ഇൻസ്റ്റാൾ ചെയ്യുന്ന പാക്കേജ് ഇതിന്റെ ഈ ഒരു ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഇൻ ബിറ്റ്വീൻ നടുക്ക് അവിടെ എവിടെയെങ്കിലൊക്കെയാണ് വരിക. കാരണം ഈ ഒരു അസെൻഡിങ് ഓർഡർ A to Z ഓർഡറിലാണ് ഇവർ ഇത് കീപ്പ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു ഓർഡറിൽ തന്നെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിക്വയർമെന്റ് ഓഫ് ടെക്സ്റ്റ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും ആ ഒരു രീതിയിൽ നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുക. എന്നാൽ ഫ്യൂച്ചറിൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ റിക്വയർമെന്റ് ഓഫ് ടെക്സ്റ്റ് ഇനി മുതൽ ആഡ് ചെയ്യുന്ന സമയത്തൊക്കെ പ്രോപ്പർ ആയിട്ട് അത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് നമ്മളെ ബാക്ക് എൻഡിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ. അതായത് ആസ് ഓഫ് നോ ഇത്രയേ ഉള്ളൂ. ഇനി ഫ്യൂച്ചറിൽ ഓരോന്ന് ആഡ് ചെയ്യുന്ന സമയത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ട് എൻഡ്. ഈ ഫ്രണ്ട് എൻഡിന്റെ ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാറ്റഗറി കേർഡ് വ്യൂ, ലോഗിൻ വ്യൂ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഫ്രണ്ട് എൻഡിൽ കണക്ട് ചെയ്തിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ഇതാണ്. ഒന്ന് സൈൻ ഇൻ ചെയ്യുക, അതായത് നമ്മുടെ ലോഗിൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നത് കാറ്റഗറീസ് മേ ബി ഇതിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അതാണ് എറർ വരുന്നത്. ആദ്യം എറർ ഒന്ന് ഫിക്സ് ചെയ്യട്ടെ. മേ ബി ലാസ്റ്റ് ക്ലാസ്സിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി ആഡ് ചെയ്തതായിരിക്കും. അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് കാറ്റഗറി ഗ്രേഡ് ഓപ്പറേഷൻസ്, അതായത് ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ് എന്നുള്ള ഓപ്പറേഷൻസ്. ഇതാണ് നമ്മൾ റീഡ് ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ് ഈ ലിസ്റ്റ് ചെയ്യുന്നിടത്ത് മെയിൻലി വരുന്നത്. പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡാറ്റ ആദ്യം ഇവിടെ വ്യൂ ചെയ്യുന്നുണ്ട്. ഇതിൽ ഏതൊക്കെ എഡിറ്റബിൾ ആക്കി മാറ്റുന്ന ഒരു സംഭവമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ എല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റും. സപ്പോസ് അപ്ലിക്കേഷൻ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷന് ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഫയൽ ഞാൻ ഓൾറെഡി ഉള്ളതുകൊണ്ട് പിന്നെ ഒന്നും കൂടെ ചൂസ് ചെയ്യാം. എഡിറ്റ് അല്ലേ, എല്ലാ പ്രോസസ്സും വർക്ക് ആയിക്കോട്ടെ. ഓക്കെ, പിന്നെ നമ്മുടെ കാറ്റഗറി ഓൾറെഡി ആക്റ്റീവായി നിന്നോട്ടെ. ഇത് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഇതിന്റെ ആവശ്യം ഇവിടെ ആക്ച്വലി ഇല്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് സേവ് ചെയ്യാണ്. സേവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാറ്റഗറി അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ളൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് വെരിഫൈ ചെയ്യാം. നമ്മുടെ ലോഗോ ചേഞ്ച് ചെയ്തു, നെയിം ചേഞ്ച് ചെയ്തു, വെബ് ആപ്ലിക്കേഷൻ 1 എന്നുള്ള കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഓൾറെഡി ചേഞ്ച് ആയിട്ടുണ്ട്. ഇതൊക്കെ ബാക്ക് എൻഡിൽ നിന്ന് ഫെച്ച് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒക്കെ എഡിറ്റ് ചെയ്ത രീതിയിൽ തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതിനർത്ഥം നമ്മളെ ആഡ് വ്യൂ എഡിറ്റ് ചെയ്തൊക്കെ വർക്ക് ആവുന്നുണ്ട്. ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നതും കൂടെ കാണിക്കാം. ടെസ്റ്റ് കാറ്റഗറി ആഡ് ചെയ്യാണ്. കാറ്റഗറി ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ലിസ്റ്റ് ചെയ്യുന്നിടത്ത് പോയിട്ട് ജസ്റ്റ് റിമൂവ് ചെയ്ത് നോക്കാം. ഓക്കെ, അത് റിമൂവ് ആയിട്ടുണ്ട്. ഒന്നും കൂടെ റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, റീലോഡ് ചെയ്തപ്പോൾ നമ്മുടെ ബാക്ക് എൻഡിൽ നിന്ന് അത് റിമൂവ് ആയി പോയിട്ടുണ്ട്. നമുക്ക് ഈ സെയിം കേസ് നമുക്ക് വേണമെങ്കിൽ ബാക്ക് എൻഡിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാം. ഇതൊക്കെ ഓൾറെഡി ജസ്റ്റ് ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ഓക്കെ, ബാക്ക് എൻഡിൽ അത് കണക്റ്റഡ് അല്ല, കാറ്റഗറി ആപ്പ് അഡ്മിനിൽ രജിസ്റ്റേർഡ് അല്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അതിലോട്ട് പോകുന്നില്ല. ഫ്രണ്ട് എൻഡിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അത് ആക്ച്വലി ഡാറ്റ ലിസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല, ഡാറ്റ ബാക്കിൽ നിന്ന് റിമൂവ് ആയി പോയിട്ടുണ്ട്. ഇനി നെറ്റ്വർക്ക് എങ്ങനെ ഇൻസ്പെക്ട് ചെയ്യാന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ഇതാണ് നമ്മുടെ ക്രോമിന്റെ ഇൻസ്പെക്ട് ചെയ്യുന്ന ഒരു ടൂൾ ബാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇതിന്റെ ഈ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഈ ഒരു ബട്ടൺ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷന് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ, കാര്യങ്ങൾ നമുക്ക് അതുപോലെ തന്നെ ഇതിന്റെ മോഡിഫിക്കേഷൻസ് ഒക്കെ, സ്റ്റൈൽസ് ഒക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഇവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാ കറസ്പോണ്ടിങ് എലമെന്റിന്റെ സ്റ്റൈലാണ്. അത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ
നമുക്കത് ഇവിടെ ചേഞ്ച് ആവും. ഇവിടെ കണ്ടില്ല, ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് എന്ന് കൊടുത്തപ്പോ ഇത് നോർമൽ CSS തന്നെയാണ് ഇവിടെ കൊടുക്കുക. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബട്ടന്റെ ബിഹേവിയർ ഇവിടുന്ന് മാറ്റാൻ പറ്റും. മീൻസ് സ്റ്റൈലിംഗ് ഒക്കെ ഇവിടുന്ന് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോ ഇപ്പൊ അതിലോട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അതുപോലെ കൺസോൾ നമ്മൾ കൊടുക്കുന്ന നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് പൈത്തണിലൊക്കെ ടെർമിനലിൽ നമ്മൾ പ്രിന്റ് ഇട്ട് കഴിഞ്ഞാൽ, കോഡിൽ പ്രിന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ടെർമിനലിൽ ഡീറ്റെയിൽസ് വിസിബിൾ ആവില്ല. അതുപോലെ നമുക്ക് ജാവാസ്ക്രിപ്റ്റിന്റെ ഉള്ളിൽ ലോഗ് കൺസോൾ ഡോട്ട് ലോഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഇവിടെ ടെർമിനലിൽ വിസിബിൾ ആവും. അപ്പൊ നമുക്ക് ജസ്റ്റ് API ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫങ്ഷനാലിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു മെത്തേഡാണ്. വളരെ ബേസിക് ആയിട്ട് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു മെത്തേഡാണ്. പൈത്തണിലൊക്കെ നമ്മൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നതിന് ഏകദേശം ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ജാവാസ്ക്രിപ്റ്റിലെ ഒരു അപ്രോച്ചാണ് കൺസോൾ ഡോട്ട് ലോഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് അധികം യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഏരിയ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻസ് നെറ്റ്വർക്ക്. ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷന്റെ സ്റ്റോറേജ് ഒക്കെ നമ്മൾ ലോക്കൽ സ്റ്റോറേജ് ഒക്കെ ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ ഇതിനകത്ത് ഇവിടെ ഈസി ആയിട്ട് വിസിബിലിറ്റി കിട്ടും. അപ്പൊ നമ്മുടെ ഇതിന്റെ പ്രോജക്റ്റിന്റെ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റ് പോർട്ടൽ സ്റ്റോറേജ് ആണ്. അതാണ് ഈ കാണിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് JSON ആയിട്ട് ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ ലോഗിൻ ചെയ്തുകൊണ്ട് യൂസർ ഡാറ്റ എന്ന് പറഞ്ഞ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ സിസ്റ്റത്തിന്റെ റണ്ണിങ്ങിന് വേണ്ടിയിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ തീം നമ്മളിവിടെ സ്വിച്ച് ചെയ്യുന്ന, ഇവിടെ തീം സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ലൈറ്റ് ആയി, ഇവിടെ വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡാർക്ക് ആയി. ഇങ്ങനത്തെ ഫംഗ്ഷനാലിറ്റി ഒക്കെ ഇവിടെ കണക്റ്റഡ് ആണ്. അപ്പൊ ഇതൊക്കെ എന്താന്ന് വെച്ചാൽ ഇത് പെർസിസ്റ്റ് ചെയ്ത് വെക്കും. നമ്മൾ ഇനി ലോഗൗട്ട് അടിക്കുമ്പോൾ ബൈ ഡിഫോൾട്ട് മേ ബി ലൈറ്റ് കളറിലേക്കൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക ആ പുതിയ ഒരു ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് ഇതൊക്കെ ഇവിടെ പെർസിസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ലോക്കൽ സ്റ്റോറേജിൽ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, മറ്റേത് നമ്മൾ ജസ്റ്റ് ബ്രൗസർ റീലോഡ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റേറ്റില്ല, നമ്മുടെ റിയാക്ട് എന്നുള്ളൊരു ആപ്ലിക്കേഷനകത്ത് യൂസ് ചെയ്തിട്ടുള്ള എല്ലാം ക്ലിയർ ആവും. അങ്ങനെ ക്ലിയർ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് റിട്രീവ് ചെയ്തെടുക്കുന്ന സമയത്ത് വീണ്ടും സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കതൊരു യൂസർ ഫ്രണ്ട്ലി അപ്രോച്ച് അല്ല. അപ്പൊ നമ്മളെല്ലാം ഇതൊക്കെ ഇതിൽ കീപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡ് നമ്മൾ ഓൾറെഡി നമ്മുടെ റിയാക്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്കതിന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാം. ഇതിന്റെ ഉള്ളിൽ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലെങ്ത് കൂടും. അപ്പൊ ആദ്യം നമുക്ക് തേർഡ് വ്യൂ, നമ്മുടെ APIയും ബാക്കെൻഡും നമ്മുടെ വെബ് ആപ്ലിക്കേഷൻസും കണക്ട് ചെയ്യുന്ന അപ്രോച്ചസ് മാത്രം നോക്കാം. പിന്നീട് ഇത് റിലേറ്റഡ് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ ഗ്രാജുവലി ഇങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് ടാസ്ക് വരുന്ന സമയത്ത് നമുക്കത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത് നെറ്റ്വർക്ക് ആണ്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വെബ് ആപ്ലിക്കേഷന് ഡാറ്റ അങ്ങോട്ട് പോകുന്നു, അതുപോലെ ഇങ്ങോട്ട് വരുന്നു. ഈ വക ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഈ വെബ് ആപ്ലിക്കേഷന്റെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. സോറി, എന്താണ് നെറ്റ്വർക്കിന്റെ ഇൻസ്പെക്ട് ചെയ്തിട്ടുള്ള ഈ നെറ്റ്വർക്ക് എന്നുള്ള ഒരു സെക്ഷന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. നമുക്കിവിടെ ജസ്റ്റ് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കണ്ടോ, കാറ്റഗറി എന്നുള്ള പേജിലേക്ക് എന്ത് റിക്വസ്റ്റ് ആണ്, ഇതാണ് നമ്മുടെ കാറ്റഗറിന്റെ URLs. ഓക്കെ, നെക്സ്റ്റ് ടൈം ഒക്കെ ഇനി മുതൽ ഇൻസ്പെക്ട് ചെയ്തിട്ട് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട ഏരിയ എന്ന് ഇതാണ്. നമ്മുടെ ഏത് എൻഡ് പോയിന്റിലേക്കാണ് എന്ത് റിക്വസ്റ്റ് ആണ് പോയിട്ടുള്ളത്, അതിൽ എന്തൊക്കെ ഹെഡേഴ്സ് ആണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്, ഇതാണ് റിക്വസ്റ്റ് ഹെഡേഴ്സ്. ഇതിൽ നമ്മളെ ടോക്കൺ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ടോക്കൺ ബേസ്ഡ് ഡാറ്റ ഒക്കെ നമുക്ക് ഇവിടെ റിട്ടേൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ചിലതിൽ നമ്മൾ ഒതന്റിക്കേഷൻ ഒക്കെ എനേബിൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ടോക്കൺ ഒതന്റിക്കേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ടോക്കൺ പാസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ കിട്ടൂല. അവിടെ 401 ആണ് അൺഓതറൈസ്ഡ് എന്നായിരിക്കും. ഓക്കെ, അപ്പോ ഇതാണ് നമ്മളെ ഹെഡേഴ്സ്. പിന്നെ പേലോഡ് ബേസിക്കലി പേജ് 1, അതായത് പാരാമീറ്റർ ആയിട്ടാണ്. ഗെറ്റ് റിക്വസ്റ്റിൽ പാരാമീറ്റർ ആയിട്ടാണ് പോസ്റ്റ്, പുട്ട്, ഇതൊക്കെ ഗെറ്റ്, ഡിലീറ്റ് ഒക്കെ പാരാമീറ്റർ ആയിട്ടാണ് പാസ് ചെയ്യുക. അതുപോലെ തന്നെ പോസ്റ്റ്, പുട്ട്, ഇതൊക്കെ പാച്ച്, ഇതൊക്കെ എന്തായിട്ടാണ് പോസ്റ്റ് പേലോഡ് ആയിട്ടാണ് പാസ് ചെയ്യേണ്ടത്. അതായത് ഫോം ഡാറ്റയിലോ അല്ലെങ്കിൽ റോ ഡാറ്റ ഒക്കെ ആയിട്ടാണ് പാസ് ചെയ്യേണ്ടത്. പാരാമീറ്റർ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ URL ഉണ്ടാവും. URLന്റെ കൂടെ സ്ലാഷ് ഇട്ടിട്ട് ID = 1 എന്നൊക്കെ കൊടുക്കുന്നതാണ്. ഇത് നമുക്ക് ഫ്രണ്ട് എൻഡിൽ അല്ലെങ്കിൽ യൂസേഴ്സിന് ഈസി ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, നേരെ മറിച്ച് ഇത് കണ്ടില്ല, ഈ പേജ് 1 എന്നുള്ളത് പാരാമീറ്റർ ആണ്. ഇതിങ്ങനെയാണ് കാണിക്കുക. ഓക്കെ,
പോസ്റ്റ് റിക്വസ്റ്റിന്റെ സമയത്ത് നമുക്ക് ഇങ്ങനെ നമ്മൾ കൊടുക്കില്ല, പകരം ബോഡിക്ക് അകത്താണ് കൊടുക്കുക. അതായത് ബിൽഡിന് അതിൻ്റെ ഉള്ളിൽ ഒരു റിക്വസ്റ്റിന് ഒരു ബോഡി ഹെഡർ കാര്യങ്ങളൊക്കെ വരും, അതിനകത്താണ് ഇത് ബേസിക്കലി കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മളെ ഈ ഒരു സിസ്റ്റത്തിൽ ആ ഒരു ഡിസൈൻ തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി ഞാൻ ജസ്റ്റ് ഇത് ക്ലിയർ ചെയ്യാണ്. ഇത് ലിസ്റ്റ് ചെയ്യുന്ന API ഹിറ്റ് ആയതുകൊണ്ട് നമുക്ക് ലിസ്റ്റ് ചെയ്തു. നമുക്ക് അത് പ്രിവ്യൂ അല്ലെങ്കിൽ റെസ്പോൺസ് ഇത് രണ്ടും ഏകദേശം സിമിലർ ആണ്. പ്രിവ്യൂ എടുക്കുമ്പോൾ നമുക്കൊരു ഒബ്ജക്റ്റ് ഫോർമാറ്റിൽ രണ്ടും ഏകദേശം സിമിലർ ആയിട്ടാണ്. ഇത് മേ ബി JSON ടൈപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനെ. നമ്മുടെ ചിലൊരു HTML പേജ് തന്നെ റിട്ടേൺ അടിക്കും. അപ്പൊ നമുക്ക് ആ HTML എന്താണോ അതിലെ ഡിസൈൻ എന്താണോ ആ ഡിസൈൻ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ റെസ്പോൺസ് കൊടുത്തു കഴിഞ്ഞാൽ പ്യുവർ ടെക്സ്റ്റ് ഫോർമാറ്റ് ആയിരിക്കും. HTML ആണെങ്കിൽ HTML കോഡ് ആയിട്ട് വരും, നമുക്ക് JSON ആണെങ്കിൽ JSON കോഡ് ആയിട്ട് വരും. ആ ഒരു ഫോർമാറ്റിലൊക്കെ ആയിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക. നമ്മൾ ഇവിടെ ബാക്ക് എൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് റെസ്പോൺസ് സ്ട്രക്ചർ ആണ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെസ്പോൺസ് ആയിട്ട് റിട്ടേൺ ചെയ്തു. ഇവിടെ എത്ര ഡാറ്റ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ഡാറ്റ ഉണ്ടാവുള്ളൂ. 2 ഡാറ്റ നമ്മളെ DBയിൽ സ്റ്റോർഡ് ആണ്, അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അതിൽ ഉള്ള വെബ് ആപ്പ് 1 ഒന്ന്, പിന്നെ രണ്ടാമത്തെ ഡാറ്റ എന്ന് പറയുന്നത് സ്റ്റേഷനറി 2. ആ 2 ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, വെബ് ആപ്പ് 1 സ്റ്റേഷനറി 2. ഇതിനി നമുക്ക് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് ജസ്റ്റ് നോക്കാം. എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഇവിടെ എന്തായിട്ടുണ്ട്, ഒരു API ഹിറ്റ് ആയിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ കാറ്റഗറി ആക്റ്റീവ് ആണ് ഡ്രോപ്പ് ഡൗൺ പേജിനേഷൻ. ഈ ഒരു APIന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ പാരന്റ് കാറ്റഗറി എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഉണ്ട്. പാരന്റ് കാറ്റഗറിയിലേക്ക് ഡാറ്റ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ API യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് കാറ്റഗറിക്ക് ഒരു പാരന്റിനെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ എക്സിസ്റ്റിംഗ് പാരന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആക്റ്റീവ് ആയിട്ടുള്ള കാറ്റഗറീസിനെ ഫെച്ച് ചെയ്യണം. പിന്നെ ഈ ഡ്രോപ്പ് ഡൗൺ ഈക്വൽ ടു 1 എന്ന് കൊടുക്കുന്നുണ്ട്. എന്തിനാണ്? നമ്മൾ സീരിയലൈസർ സ്വിച്ച് ചെയ്യാനാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു കാറ്റഗറി സീരിയലൈസറും ഉണ്ട്, കാറ്റഗറി ഡ്രോപ്പ് ഡൗൺ സീരിയലൈസറും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡ്രോപ്പ് ഡൗൺ ഈക്വൽ ടു 1 എന്നുള്ള ഒരു പരാമ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളവിടെ സീരിയലൈസർ സ്വിച്ച് ചെയ്യുന്ന ഒരു മെത്തേഡ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രോപ്പ് ഡൗൺ എന്നുള്ളത് കൊടുത്തിട്ടുള്ളത്. പിന്നെ പേജിനേഷൻ ഈക്വൽ ടു 0, അതായത് ഇത് ആക്ച്വലി പേജിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ ഓവർലോഡ് ചെയ്തിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു അപ്രോച്ച് കൊടുത്തിരുന്നത്. നമ്മുടെ ജാങ്കോയില് റെസ്റ്റ് ഫ്രെയിംവർക്കിൽ ഓൾറെഡി പേജിനേഷൻ നല്ലൊരു സെറ്റപ്പ് ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ ലിമിറ്റഡ് ആയിട്ടാണ് കിട്ടുള്ളൂ, എല്ലാം കൂടെ ഒരുമിച്ച് വരില്ല, പകരം കട്ടായി ആ രീതിയിലാണ് വരിക. സപ്പോസ് നമുക്കൊരു 100 ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജിനേഷന്റെ സ്ട്രെങ്ത് നമ്മൾ അല്ലെങ്കിൽ ലിമിറ്റ് 8 ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 8, 16, 24, 32 ആ ഒരു രീതിയിലാണ് നമുക്ക് ഡാറ്റ ലിസ്റ്റ് ചെയ്തിട്ട് വരിക. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പേജിനേഷൻ എന്നുള്ളൊരു ഇത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ബൈ ഡിഫോൾട്ട് പേജിനേഷൻ ഈക്വൽ ടു 1 ആയിരിക്കും. എല്ലാത്തിലും പേജിനേറ്റഡ് ആയിട്ടാണ് ആ റെസ്പോൺസ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു കാറ്റഗറി ഡ്രോപ്പ് ഡൗണിന് വേണ്ടിയിട്ട് നമുക്ക് പേജിനേഷന്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പേജിനേഷൻ ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്ക് ഡാറ്റ പേജിനേറ്റഡ് അല്ലാണ്ട് വരും. അപ്പോൾ നമ്മുടെ എക്സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ് ഒരു 1000 താഴേക്ക്, അല്ലെങ്കിൽ അത്രയൊന്നും ഉണ്ടാവില്ല, ഒരു 100s ഓഫ് കാറ്റഗറീസ് ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു അസംഷനിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇതിനപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് അപ്രോച്ച് അല്ല. നമുക്ക് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു ഡിസൈനും ഫങ്ഷനാലിറ്റിയും ചേഞ്ചസ് വരും. ഓക്കെ, ഇപ്പൊ നമുക്ക് അത്ര ഒരു സ്കെയിലപ്പ് ആയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. വളരെ മിനിമൽ ആയിട്ട് ആദ്യം എൻ്റയർ പ്രൊജക്റ്റ് ബാക്ക് എൻഡ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു രീതിയിൽ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഈസ് ആക്റ്റീവ്, നമുക്ക് എന്തെങ്കിലും കാറ്റഗറി തൽക്കാലം ഡിസേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അവിടെ ഷോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് ഫിൽറ്റർ ഔട്ട് ചെയ്യുന്നുണ്ട്. ആക്റ്റീവ് ആയത് മാത്രം എടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. ഇവിടെ ആക്റ്റീവ് ആയത് മാത്രമേ ഇവിടെ റിട്ടേൺ ചെയ്ത് കിട്ടുള്ളൂ. പിന്നീട് നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് API എന്താണ്, പേജിനേഷൻ സ്ലഗ്. ഓക്കെ, ഈ ഒരു കാറ്റഗറി ഈ ഒരു APIന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പേജ് ലോഡ് ചെയ്യുന്ന സമയത്ത് ഏത് ഡാറ്റ ഇവിടെ ലോഡ് ആവണം എന്നുള്ള ഒരു രീതിയിലാണ്. നമ്മളിവിടെ ഒരു സ്ലഗ് ഫീൽഡ് വെച്ചിട്ടുണ്ട്. സ്ലഗും ഐഡിയ ഒക്കെ ഏകദേശം സിമിലർ ആണ്. സ്ലഗ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രിംഗ് ഫോർമാറ്റ് ആയിരിക്കും.
ഓക്കെ. അതുപോലെ തന്നെ ഐ ഡി എന്ന് പറഞ്ഞത് നമ്മളെ കറസ്പോണ്ടിങ് ഐറ്റത്തിന്റെ ഐ ഡി. അപ്പൊ നമുക്ക് സ്ലഗ് യൂഷ്വലി മേ ബി പ്രോഡക്റ്റ് നെയിമും അതിന്റെ വേരിയന്റോ കളറോ ഇതൊക്കെ മിക്സപ്പ് ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സ്ട്രിങ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്ലഗ് ഫീൽഡ് നോൺ എഡിറ്റബിൾ ആക്കിയിട്ട് ഒരു ഫീൽഡ് ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ആക്കിയിട്ട് വിടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇവിടെ സ്ലഗ് ഫീൽഡ് പ്രോപ്പർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡാറ്റ ലോഡായി വരുള്ളൂ. അപ്പൊ നമ്മൾ ഓരോ കാറ്റഗറിന്റെ സ്ലഗ് ഫീൽഡ് വെച്ചിട്ടാണ് ഇത് ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു URL വേറെ ടാബിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ ഇത് വർക്ക് ആവും. ഓക്കെ. പകരം ഞാനിവിടെ കുറച്ച് കറക്ഷൻസ് വരുത്തിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ആവില്ല. അങ്ങനെ ഒരു സ്ലഗിലുള്ള ഒരു കാറ്റഗറി ഇവിടെ അവൈലബിൾ അല്ല എന്നുള്ള രീതിയിലാണ് വരുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് ഒരു മിനിറ്റ്.